വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശാലിനി ചോദിക്കുകയാണ്, എന്താ രണ്ടുപേരും ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? പെട്ടെന്ന് ശാരിക പറയുകയാണ്, നിന്നെ കാണാഞ്ഞിട്ട്. അതെ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നേരം ഇരുട്ടിയല്ലോ. ഞാൻ ആ ബ്ലേഡ് സത്യഭാമയുടെ വീട്ടിൽ പോയതാണ്. സത്യാമ്മയുടെ വീട്ടിലോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. ശാലിനി പറയുകയാണ്, എന്റെ അമ്മേ, അവരല്ലേ നമ്മുടെ അർജുനേട്ടന്റെ അമ്മായിയമ്മ. അർജുനേട്ടന് അമ്മ വേറെ കല്യാണം ആലോചിക്കുന്നു എന്നും പറഞ്ഞ് സത്യഭാമയുടെ മോള് പ്രീതി ഭയങ്കര പ്രശ്നം. ആത്മഹത്യാ ഭീഷണി വരെ ഉണ്ടായി. അതൊന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ. അത് കേട്ട് ശാരികയും ശാരദാമ്മയും ഒന്ന് സന്തോഷിക്കുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, എന്താ രണ്ടാളും ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ? ശാരിക പറയുകയാണ്, ഏയ് ഒന്നുമില്ല. എന്നാൽ ഒന്നും വേണ്ട, ഞാൻ ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. രണ്ടാളും ഓക്കെയാണ് ഇപ്പോൾ. അന്നേരം അകത്തു നിന്നും വന്ന ശ്യാമ പറയുകയാണ്, ആ എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തിന് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഞാൻ ഇനി തുടർന്ന് പഠിക്കണമോ വേണ്ടയോ എന്നുള്ളതിന്. നീ പഠിക്കേണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ദേഷ്യം വന്ന് ശ്യാമ പറയുകയാണ്, എല്ലാവരും കൂടി തമാശ കളിക്കല്ലേ. കോളേജ് ഫീസ് 12,000 രൂപ അടയ്ക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അടച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോളേജിലോട്ട് ചെല്ലണ്ട. അത്ര തന്നെ. ശാലിനി പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി ആ കാശ് അമ്മ തരുമെന്ന്. അന്തം വിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് ഇത്രയും കാശ്? ശ്യാമ പറയുകയാണ്, ഇത് തന്നെയാണ് കാശ് ചോദിക്കുമ്പോൾ അമ്മയുടെ സ്ഥിരം പല്ലവി. അവര് ഫീസ് ചോദിക്കുമ്പോൾ ശാരദാമ്മ തരുമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ കുഞ്ഞേച്ചി? നീ ഇങ്ങനെ കിടന്ന് ചാടാതടി, എല്ലാത്തിനും ഒരു സമാധാനം ഇല്ലേ? പണം ശാരദാമ്മയുടെ ബാങ്കിലുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം, ജസ്റ്റ് എ മിനിറ്റ് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തുവാടി, എന്താ അവൾ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത്? ഓ അത് ശരി, അപ്പോൾ എല്ലാവരും കൂടി എന്റെ പഠിത്തം കട്ടപ്പുകയാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോളെ നീ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശ്യാമ. അകത്ത് പോയ ശാലിനി പെട്ടെന്ന് തിരികെ വരികയാണ്. കയ്യിലൊരു കുടുക്കയുമുണ്ട്. അതിൽ ശാരദാമ്മയുടെ ബാങ്ക് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ശാലിനി പറയുകയാണ്, എല്ലാവർക്കും കാണാം, ഞാൻ പറഞ്ഞത് ഇതാണ് ശാരദാമ്മയുടെ ബാങ്ക്. പച്ചക്കറി കടക്കാരനോടും ഇറച്ചി വിൽപ്പനക്കാരനോടും പലചരക്ക് കടക്കാരനോടും വഴക്കടിച്ചുണ്ടാക്കിയ കാശാണ് ഓരോ നാണയവും. ഇതൊന്നും എന്റെ അക്കൗണ്ടിലില്ല, ശാരദാമ്മയുടെ ബാങ്കിലാണ് ഞാൻ ഇട്ടിരുന്നത്. കമോൺ ഗൈസ് എന്നും പറഞ്ഞ് ശാരികയും ശ്യാമയും വിളിക്കുകയാണ് ശാലിനി. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാലിനി ആ കുടുക്ക പൊട്ടിക്കുകയാണ്. എന്നിട്ട് ശാലിനി പറയുകയാണ്, ഇനി നമുക്കിതൊന്ന് എണ്ണി നോക്കാം, ശാരദാമ്മയുടെ ബാങ്കിൽ എത്ര കാശുണ്ടെന്ന്. അതിനുശേഷം അവര് 3 പേരും കൂടി ഇരുന്ന് കാശൊക്കെ എണ്ണി നോക്കുകയാണ്. കാശൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം ശാലിനി ചോദിക്കുകയാണ്, ഇതുപോരെ ശ്യാമയുടെ പഠിപ്പിന്? ചേച്ചി, ഞാനെന്ന് സങ്കടപ്പെട്ട് ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, സാരമില്ല മോളെ, ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെയാണ്. പണത്തിനും പഠിത്തത്തിനുമൊന്നും പകരം വെക്കാൻ പറ്റാത്തതാണ് അമ്മ. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്ന്. ഇത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, മോളെ, എനിക്ക് വേണ്ടി നീ ഇത്രയൊക്കെ? അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ലമ്മേ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മ തന്നെയാണ് ഞാനെന്ന്. അത് കേട്ട് സന്തോഷത്തോടു കൂടി ശാരദാമ്മ ശാലിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീട്ടിൽ വീട്ടുമുറ്റത്തിരുന്ന് മദ്യപിക്കുന്ന ബാലചന്ദ്രനെയും ഗോപാലകൃഷ്ണനെയുമാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മോശമായി പോയി, വെരി ഇൻസൾട്ട്. എന്ത് പറ്റി അളിയ? വലിയ ഇംഗ്ലീഷ് വാക്കൊക്കെ പറയുന്നുണ്ടല്ലോ അളിയൻ. ഇതൊരു വല്ലാത്ത ഊരാക്കുടുക്കായടാ. പിശാചിനും കടലിനും ഇടയിൽ പെട്ട പോലെ ഒരവസ്ഥ. ഒരു വശത്ത് നിന്റെ ചേച്ചി, മറുവശത്ത് ആ ശാരദയും മക്കളും. ശാലിനി പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഒരു അച്ഛനോട് മകൾക്ക് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോടാ അവൾ പറയുന്നത്? അളിയൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേൾക്കുന്നത്. മാത്രവുമല്ല, ചേച്ചി അളിയനെ എന്തെല്ലാം പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം അളിയനെ കാണുമ്പോൾ തൊഴുത് നമസ്കാരം ചെയ്യും. അപ്പോൾ അച്ഛൻ എന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും ഞാനൊരു ഗംഭീര പരാജയമാണ്. അല്ലേടാന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അയ്യോ, പരാജയമൊക്കെ പഴയ വാക്കല്ലേ അളിയ. തോൽവി, അതാണ് അളിയന് ചേരുന്നത്. ഭൂലോക തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അളിയൻ വിചാരിച്ചാൽ എന്റെ ചേച്ചിയെ ഇനി ഒതുക്കാൻ പറ്റില്ല. അതങ്ങ് വളർന്ന് പന്തലിച്ചു പോയി. വെള്ളവും വളവും കൊടുത്തത് അളിയൻ തന്നെയാണ്. പക്ഷെ ശാരദാമ്മയും ശാലിനി അടക്കമുള്ള മക്കളെയും ഒതുക്കാനുള്ള ഒരു സൂത്രപ്പണി എന്റെ കയ്യിലുണ്ട്. ഒരു തരത്തിൽ അതെന്റെ ഒരു ആഗ്രഹവും കൂടിയാണെന്ന് ഞാൻ പറയും. തുറന്നു തന്നെ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മുഖവുരയില്ലാതെ കാര്യം പറയടാ. പറയാം, പക്ഷെ അതിനു മുമ്പ് അളിയനെ എനിക്ക് അമ്മാവാന്ന് വിളിക്കേണ്ടി വരും.
എന്ത് കുന്തമായാലും നീ വിളിക്കുക. അളിയ, ഞാൻ അവളെ അങ്ങ് കെട്ടട്ടെ. ആരെയെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അവളെ തന്നെ, ആ ശാരദാമ്മയുടെ മകളെ. ശാരദയുടെ മകളെയോ? അതെ, മൂത്തവൾ ശാരികയെ. ഇതൊരു പ്രതികാരത്തിനോ സ്വത്ത് മടക്കി കിട്ടാനോ വേണ്ടിയിട്ടല്ല. അവളെ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയളിയ. അതുകൊണ്ടാ സത്യം. പിന്നെ ഈ കല്യാണം കൊണ്ട് പല രീതിയിലുള്ള ഗുണങ്ങളാണ് നമുക്ക്. ശാരികയെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ശാരദാമ്മയുടെ ആരാ? മൂത്ത മരുമകൻ. ആ വീട്ടിൽ പിന്നെ എന്തു നടക്കണമെന്ന് പോലും മൂത്ത മരുമകനായ ഞാൻ വേണ്ടേ തീരുമാനിക്കാൻ? ശാലിനിയുടെ കാര്യം വരെ. അളിയനെ പിന്നെ ഞാൻ അളിയാന്ന് വിളിക്കണോ അതോ അമ്മാവാന്ന് വിളിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ. ഇങ്ങനെയുണ്ട് അളിയ, നല്ല ബെസ്റ്റ് ഐഡിയ അല്ലേ? അളിയൻ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. ഞാൻ അളിയന്റെ ഒന്നാം കെട്ടിലുള്ള മൂത്ത മകളെ കല്യാണം കഴിക്കുന്നു. സമാസമം. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്ന് ആലോചിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അളിയനൊന്നും പറഞ്ഞില്ല? അളിയൻ നാണം കാരണം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാലചന്ദ്രൻ. കുപ്പിയോടുകൂടി കുടിക്കുന്ന ഗോപാലകൃഷ്ണനെ കണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അളിയ, കൂമ്പ് കത്തിപ്പോകും അളിയ. നേരത്തെ ആണെങ്കിൽ നിങ്ങൾ തട്ടിപ്പോയാൽ എനിക്ക് എന്റെ അളിയിൽ മാത്രമേ നഷ്ടപ്പെടൂ. പക്ഷെ ഇപ്പോൾ അമ്മായി അച്ഛനും കൂടിയാണ്. ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം അളിയൻ എന്തു വേണമെന്ന് ആലോചിക്കുക. ഞാൻ പോയി കുറച്ച് ടച്ചിങ്സ് കൂടി എടുത്തുകൊണ്ട് വരാം. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് അന്ന് ശാരിക കൊണ്ടുപോയ കാരിയറുമായി തിരിച്ചു വരുന്ന രാജീവിനെയാണ് കുടുംബശ്രീ ഹോട്ടലിലേക്ക്. രാജീവിനെ കണ്ട് ശ്യാമ എഴുന്നേറ്റ് പറയുകയാണ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ശാരികയെ കാണാനായിട്ട് ചുറ്റുമൊക്കെ നോക്കുകയാണ് രാജീവ്. അന്നേരം അവിടെ നിന്ന് ഇല തുടയ്ക്കുന്ന ശാരികയെ കാണുകയാണ് രാജീവ്. തിരിഞ്ഞു നോക്കുന്ന ശാരികയെ കൈയെടുത്ത് കാണിക്കുകയാണ് രാജീവ്. പക്ഷെ ശാരിക മൈൻഡ് ചെയ്യുന്നില്ല. പോയിരുന്ന ശേഷം രാജീവ് കരുതുകയാണ്, ഇതെന്തു പറ്റി? കണ്ടിട്ടും കാണാത്ത ഭാവമാണല്ലോ. അന്നേരം ഇല തുടച്ചുകൊണ്ട് നിന്ന് ചിരിക്കുകയാണ് ശാരിക. എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് തുടങ്ങണമല്ലോ. കാരിയർ നോക്കി രാജീവ് പറയുകയാണ്, കാരിയറിൽ പിടിച്ച് കയറിക്കളയാം. ചൂട് കഞ്ഞിക്കുള്ള ഡയലോഗ് പറഞ്ഞുകൊണ്ടാകാം, ചൂട് കഞ്ഞിക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ടാകാം ഡയലോഗ്. അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന രാജീവിന്റെ അടുത്തേക്ക് രാജീവ് വന്ന് ചോദിക്കുകയാണ്, എന്താ സർ വേണ്ടത്? 2 കാരിയറും ചൂട് കഞ്ഞിയും എന്ന് പറയുകയാണ് രാജീവ്. അത് കേട്ട് രാജി പറയുകയാണ്, കഞ്ഞിയൊന്നും രാവിലെ ഇല്ല സാർ. പിന്നെന്താ സാർ ചോദിച്ചത്? കാരിയറോ? ഇത് കേട്ട് ഇല്ല തുടച്ചു കൊണ്ടുവന്ന ശാരിക നിന്ന് ചിരിക്കുകയാണ്. ചിരി വരുത്തിക്കൊണ്ട് രാജീവ് പറയുകയാണ്, കാരിയർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാരണവട എന്നാണ്. കാരവട ഇല്ല സാറേ, ഉഴുന്നുവടയും പരിപ്പുവടയും മാത്രമേ ഉള്ളൂ. അന്നേരം ശാരിക പറയുകയാണ്, രാജി ചേച്ചി, ആ കാരിയർ ഇങ്ങെടുത്തേക്കണേ, ഇവിടത്തെയാണ്. കാരിയറും വാങ്ങി പോവുകയാണ് രാജി. രാജീവ് പറയുകയാണ്, ആകെ ഉണ്ടായിരുന്ന ആ പിടിവള്ളിയും പോയി. രാജി ശാരികയോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാ മോളെ ആ കാരിയർ സാറിന്റെ കയ്യിൽ വന്നത്? അതിവിടെന്ന് പാഴ്സൽ കൊടുത്തു വിട്ടതാണ്, സ്ഥിരം കസ്റ്റമർ അല്ലേ. രാജീവ് കരുതുകയാണ്, ആൾ അടുക്കുന്നതേ ഇല്ലല്ലോ, എന്തു പറ്റി ഇങ്ങനെ മാറി നിൽക്കാൻ? രാജീവിന്റെ മുൻപിൽ ഇല കൊണ്ടുവന്ന വെച്ച ശേഷം രാജി ചോദിക്കുകയാണ്, പറ സാറേ, എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്താ ഉള്ളതെന്ന് പറ. ഇവിടെ ഇഡലി, ദോശ, വട, നൂലപ്പം, പുട്ട്, ഉപ്പുമാവ് എല്ലാം റെഡിയല്ലേ? ഇത് കേട്ട് രാജീവ് പറയുകയാണ്, അയ്യോ, കേരള എക്സ്പ്രസ് പോലെ പോകണമെന്നൊന്നും ഇല്ല. ഇഡലിയും വടയും എടുത്തോ, സാമ്പാറോ ചമ്മന്തിയോ? രണ്ടും പോട്ടെ, അതിനിപ്പോ പ്രത്യേകിച്ച് GST ഒന്നും കൊടുക്കണമെന്നില്ലല്ലോ. സാറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ശാരിയെ വിളിക്കുകയാണ് രാജി. ഇവിടെ ഇഡലിയും വടയും. അത് കേട്ട് സന്തോഷത്തോടു കൂടി രാജീവ് പറയുകയാണ്, ആളിപ്പോ വരും. അന്നേരം ശാരിക ഇഡലി എടുത്ത ശേഷം ശാന്തയുടെ കയ്യിൽ കൊടുക്കുകയാണ്, ശാന്തേച്ചി, ഇത് ആ സാറിന് കൊടുത്തേക്ക്. ശാന്ത രാജീവിന് ഇഡലി വെക്കുകയാണ്. പക്ഷെ ശാരികയാണെന്ന് കരുതി കുനിഞ്ഞിരിക്കുന്ന രാജീവ് പറയുകയാണ്, എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്നല്ലേ പറഞ്ഞത്? അത് കേട്ട് ശാന്ത പറയുകയാണ്, അതെ സാറേ, സാറിന് എന്തുണ്ടെങ്കിലും തുറന്നു പറയാം, ഇവിടെ ഉള്ളതാണെങ്കിൽ തരാം. ശാന്തയുടെ ശബ്ദം കേട്ട് നോക്കുകയാണ് രാജീവ്. അന്നേരം ശാരിക നോക്കി ചിരിക്കുകയാണ്. സാമ്പാർ മതി എന്ന് പറയുകയാണ് രാജീവ്. ശാരിക തന്നെ മൈൻഡ് ചെയ്യാത്തതിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് രാജീവ്. അതിനുശേഷം ശാരിക ശ്യാമയോട് പറയുകയാണ്, ശ്യാമേ, ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഇവിടെ ഈ സാറിന് 4 ഇഡ്ഡലിയും ഒരു വടയും കൊടുത്തിട്ടുണ്ടേ. ശാരിക പോകുന്നത് കണ്ട് രാജീവ് പറയുകയാണ്, അയ്യ, ഒരു ഇഡ്ഡലിയും വടയും, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതെങ്ങനെ? മാനത്തെ മഴക്കാരനെയും മനസ്സ് മോഹിപ്പിക്കുന്ന പെണ്ണിനെയും വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇഡ്ഡലിയെങ്കിൽ ഇഡ്ഡലി എന്നും പറഞ്ഞ് ഇഡ്ഡലി കഴിക്കുകയാണ് രാജീവ്. പോയ പോലെ തിരിച്ചു വന്ന ശാരിക വീണ്ടും വന്ന് ശ്യാമയോട് പറയുകയാണ്, നീ ആ ഫോണിങ്ങെടുത്തേ, മറന്നുപോയി. ഫോൺ വാങ്ങിയ ശാരിക ഫോൺ എടുത്ത് കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ ഫോട്ടോ എടുക്കുകയാണ്. അന്നേരം രാജീവ് അത് ശ്രദ്ധിക്കുകയാണ്. ശാരിക താൻ വാങ്ങിക്കൊടുത്ത ചെരുപ്പിട്ട് നടന്നു പോകുന്നത് നോക്കി നിൽക്കുകയാണ് രാജീവ്.
പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്ന സുസ്മിതയാണ്. സുസ്മിതയെ കണ്ട് ജയ ചോദിക്കുകയാണ്, ഇതാര്, സുസ്മിത കുഞ്ഞോ? സുഖമല്ലേ ചേച്ചി എന്ന് ചോദിക്കുകയാണ് സുസ്മിത. അകത്തേക്ക് വന്നാട്ടെ എന്ന് ജയ പറയുമ്പോൾ ആന്റി ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് സുസ്മിത. ഉണ്ടല്ലോ, വാ എന്ന് പറഞ്ഞ് സത്യാമ്മയെന്ന് വിളിക്കുകയാണ് ജയ. പുറത്തേക്ക് വന്ന സത്യഭാമ ചോദിക്കുകയാണ്, അല്ല ആരായത്, സുസ്മിത മോളോ? ഒരുപാട് നാളായല്ലോ മോളെ നിന്നെ ഈ വഴി കണ്ടിട്ട്. ഈ നാട്ടിലൊന്നും ഇല്ലേ? ഉണ്ടുണ്ട്, എപ്പോഴും വിചാരിക്കും ആന്റി വരണമെന്ന്. പക്ഷെ വിഷ്ണുവേട്ടന്റെ റെസ്പോൺസ് കാണുമ്പോൾ വരാൻ തോന്നില്ല. സത്യം. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, അതിന് വിഷ്ണുവിന് എന്ത് പറ്റി? ഒരു താല്പര്യവുമില്ലാത്ത മട്ടാണ്. ഞാൻ ഫോൺ വിളിച്ചാലും എടുക്കില്ല, തിരിച്ചു വിളിക്കുകയും ഇല്ല. ഒരിക്കലും. അതാണ് ഒന്ന് കാണാമെന്ന് വെച്ച് ഇറങ്ങിയത്. അല്ല ആളില്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് സുസ്മിത. അയ്യോ, അവൻ പുറത്തു പോയല്ലോ മോളെ. എനിക്കൊട്ടും ഭാഗ്യമില്ല. ആറ്റുനോറ്റിരുന്ന് ഇവിടെ വന്നിട്ട് വിഷ്ണുവേട്ടനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഇതാണ് എന്റെ വിഷമം. നീ ഒട്ടും വിഷമിക്കേണ്ട മോളെ. വിഷ്ണുവിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒന്നാം തരം ഒരു ഗിഫ്റ്റ് വാങ്ങി വച്ചിട്ടുണ്ട്. എന്റെ മരുമകൾക്ക് മാത്രമായിട്ട് തരാനുള്ളതാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലെ അടുക്കളയിലാണ്. അവിടേക്ക് വരുന്ന ശാരദാമ്മയോട് ശാന്ത പറയുകയാണ്, ശാരദാമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശാന്തേ? കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കാശോ? എത്രയാ ശാന്ത ഉദ്ദേശിക്കുന്നത്? 3-4 മാസമായിട്ട് വീടിന്റെ വാടക മുടങ്ങിക്കിടക്കുവാണ്. അവസാന അവധിയും കഴിഞ്ഞിട്ട് ഹൗസ് ഓണർ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഒരാഴ്ചയായി. അതിന്റെ കൂടെ സ്കൂൾ തുറപ്പ് വേറെയും. മോനെ ഈ വർഷം സ്കൂളിൽ ചേർക്കുകയാണ്. ചെരുപ്പും കുടയും ബാഗും ഒക്കെ വേണ്ടെന്ന് വെക്കാം. പക്ഷേ സ്കൂൾ ഫീസിനും പുസ്തകത്തിനും കാശ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടത്തെ ശമ്പളത്തേക്കാൾ കാശ് എനിക്ക് ശാരദാമ്മ തന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത് നിവർത്തികേട് കൊണ്ടാണ്. ചിരിച്ചുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, ഇതിപ്പോ ഉരുളി ചെന്ന് മദ്ദളത്തോട് പറയുന്നത് പോലെയായി. ഉള്ളത് നുള്ളിപ്പറക്കിയെടുത്താണ് ശാന്തെ ഇവിടെയും കഴിഞ്ഞു പോകുന്നത്. എന്നാലും നിങ്ങളുടെ ആരുടെയും ശമ്പളം മുടക്കിയിട്ടില്ല. ഇന്നിപ്പോ ശ്യാമയുടെ സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ട് ശാലിനി അവിടെന്നും ഇടന്നുമൊക്കെ മിച്ചം പിടിച്ചുണ്ടാക്കിയ കുടുക്ക പൊട്ടിച്ചു. മറ്റാരും അറിയാതെ അവൾ സൂക്ഷിച്ച കുടുക്കയ്ക്ക് ഒരു പേരും ഇട്ടിട്ടുണ്ടായിരുന്നു, ശാരദാമ്മയുടെ ബാങ്ക്. ശാരദാമ്മയുടെ അക്കൗണ്ട് വട്ടപൂജ്യം. അതിനു പുറമെ 10 ലക്ഷത്തിന്റെ കടം വേറെയും. 10 ലക്ഷമോന്ന് ശാന്ത ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അല്ല അത് എന്താ ശാരദാമ്മേ, നിങ്ങൾക്ക് എവിടെന്നായി 10 ലക്ഷത്തിന്റെ കടം? കുറെ കാലമായി നിങ്ങളുടെ കൂടെ ഉള്ളതല്ലേ ഞാൻ. ഈയിടെയായി ശാരദാമ്മയ്ക്കും ശാരിയയ്ക്കും എന്തോ ഒരു പരിഭ്രമവും പേടിയും ഉള്ളതായി ഞാൻ സംശയിക്കുന്നുണ്ട്. അത് ഈ 10 ലക്ഷത്തിന്റെ ആണെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയ്, എന്തായി 10 ലക്ഷത്തിന്റെ പ്രശ്നം? അത് ശാന്തേ, പറയാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ശാലിനി അറിയരുത്. അത് മാത്രം നീ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞ് കൈനീട്ടുകയാണ് ശാരദാമ്മ. ശാരദാമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ശാന്ത. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.